പാലക്കാട്ട് സ്വകാര്യ കമ്പനിക്ക് ബ്രൂവറി ഡിസ്റ്റിലറി അനുമതി നൽകിയ സർക്കാരിന്റെ തീരുമാനം പിൻവലിക്കണമെന്ന് KCBC മദ്യവിരുദ്ധ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ യൂഹാനോൻ മാർ തെയോഡോഷ്യസ് മെത്രോപൊലീത്ത ആവശ്യപ്പെട്ടു. KCBC മദ്യവിരുദ്ധ സമിതി സംസ്ഥാന കമ്മിറ്റിയുടെയും കേരള മദ്യവിരുദ്ധ ഏകോപന സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സമരജ്വാല എന്ന പേരിലുള്ള സമര പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളം കച്ചേരിപ്പടി ഗാന്ധി സ്ക്വയറിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയോട് അല്പമെങ്കിലും കൂറു പുലർത്തുന്നുവെങ്കിൽ അതിനെ അട്ടിമറിക്കരുത്. നിങ്ങൾ അന്ന് പറഞ്ഞത് മദ്യം കേരളത്തിൽ ഗുരുതരമായ സാമൂഹ്യ വിപത്തായി മാറിയിരിക്കുന്നു എന്നാണ്. മദ്യത്തിന്റെ ഉപയോഗവും ലഭ്യതയും കുറച്ചു കൊണ്ടുവരുന്ന നയമായിരിക്കും ഇടതുപക്ഷ മുന്നണി സ്വീകരിക്കുക എന്നും പറഞ്ഞിരുന്നു. എന്നാൽ ആ നിലപാടിന് ഘടകവിരുദ്ധമായി 29 ബാറുകൾ മാത്രമുണ്ടായിരുന്നിടത്ത് 1000-ലധികം ബാറുകളും 100 കണക്കിന് മറ്റു തരത്തിലുള്ള മദ്യശാലകളും തുറന്നുകൊടുത്തു. സർവനാശത്തിനായി ഇപ്പോഴിതാ ബ്രൂവറി ഡിസ്റ്റിലറികൾക്കും അനുമതി നൽകി. സംസ്ഥാനത്തിന്റെ മുക്കിലും മൂലയിലും മദ്യം വ്യാപകമാക്കുമ്പോൾ തന്നെ മയക്കുമരുന്നുകൾ ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളെ തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നിർവീര്യമാക്കി 2017 പഞ്ചായത്ത് രാജ് നഗരപാലിക 232, 447 വകുപ്പുകൾ എടുത്തുകളഞ്ഞ് ഈ സ്ഥാപനങ്ങളെ നോക്കുകുത്തികളാക്കി. ഈ നയം തിരുത്തണം. അല്ലാത്ത പക്ഷം ശക്തമായ സമര പരിപാടികളിലേക്ക് സമിതി കടക്കും. ഏകോപന സമിതി സംസ്ഥാന ചെയർമാൻ ജസ്റ്റിസ് PK ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. KCBC മദ്യവിരുദ്ധ സമിതി സംസ്ഥാന സെക്രട്ടറി പ്രസാദ് കുരുവിള, ഏകോപന സമിതി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ചാർലി പോൾ, ഫാദർ ആന്റണി അറയ്ക്കൽ, ഫാദർ ജോസഫ് ഷെറിൻ, ജെയിംസ് കോറമ്പേൽ, CX ബോണി, ഷൈബി പാപ്പച്ചൻ, കുരുവിള മാത്യൂസ്, TM വർഗീസ്, ജെസി ഷാജി, KK വാമലോചനൻ, ML ജോസഫ്, MD റാഫേൽ, അലക്സ് മുല്ലപ്പറമ്പൻ, ജോൺസൺ പാട്ടത്തിങ്കൽ, രാധാകൃഷ്ണൻ കാട്ടുങ്കൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, കൊച്ചിവട്ടം.